ബൈനോക്കൽ ടോക്സിൻ്റെ ഒരു കാന്തല്ലൂർ യാത്ര. ഇത് കണ്ടല്ലോ, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് ഇരിക്കുന്നുണ്ടോ? ഇതേ കോവിൽക്കടവ് എന്ന സ്ഥലമാണ്. കോവിൽക്കടവ് അതായത് കാന്തല്ലൂർ എത്തുന്നതിന് മുമ്പേ ആ താഴ്വാരത്തുള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ ഈ താഴ്വാരത്ത് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, അത്യാവശ്യം ATM സൗകര്യങ്ങളൊക്കെ ഇവിടെയുള്ള ATM സൗകര്യങ്ങൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ അത്യാവശ്യം വേണേൽ കരുതി വാങ്ങിച്ചോണം. മേളിൽ ഹോട്ടലുകൾ ഇല്ലാതല്ല, എന്നാലും ഞങ്ങൾ മേളിൽ പോയി ഒരു ചപ്പാത്തിയും ഒരു ടൊമാറ്റോ ഫ്രൈയും കഴിച്ചതിന് ക്ഷീണം ഇത് മാറിയില്ല. ഇതേ ഒരാൾ വട്ടം ചാടി പോകുന്നുണ്ടോ, അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല വണ്ടിയിൽ വന്നെന്ന് കാര്യം. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നുകൊണ്ട് പടം വെക്കേണ്ടി വന്നില്ല. ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അടുത്തത് ഭക്ഷണ സാധനം എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകണം കേട്ടോ. അവിടെ ഭയങ്കര വിലയാണ്. ഞങ്ങളൊരു 6 ചപ്പാത്തിയും ഒരു ടൊമാറ്റോ ഫ്രൈയും കൂടെ വാങ്ങിച്ചപ്പോഴത്തേനും 380 രൂപ എന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ ചപ്പാത്തിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളവിടെ പോയതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ തർക്കിക്കാൻ പോയില്ല. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചോണം. താമസിക്കാൻ പോകുന്നവർ പിന്നെ ഫുഡുള്ള ഹോട്ടലുകളിൽ റിസോർട്ട് അല്ല ഈ ഹോം സ്റ്റേ ഒക്കെ നോക്കി താമസിക്കുന്നതായിരിക്കും നല്ലത്. ഇതുണ്ട് ഇവിടെ എല്ലാം മറ്റേ ജീപ്പാണ് കേട്ടോ. എനിക്ക് കാന്തല്ലൂരെ കയറിപ്പോൾ ആ മലയുടെ മുകളിലാണ് കേട്ടോ കാന്തല്ലൂർ നിരന്ന് കിടക്കുന്ന മേളിൽ കാണുന്ന മല കണ്ടോ, അതിൻ്റെ മുകളിലാണ്. നമ്മൾ കാന്തല്ലൂർ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേ വിശിഷ്ടമായൊരു മരം കാണുന്നുണ്ട്. ഇത് നമ്മൾ മറ്റേ മാർബിൾ കട്ട് ചെയ്യുന്ന ഇതിട്ടില്ല, അവിടെ ഉണ്ട് ഈ സാധനം. ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല. ഇവർ കറ്റാർവാഴയുടെ വേറെ ഇനമാണെന്നാണ് പറയുന്നത്. ഇതിങ്ങനെ പാറപ്പുറത്ത് പറ്റി പിടിച്ചെടുത്ത് ടവർ നിൽക്കുന്ന പോലെ മേളിലോട്ട്, അല്ലെ പോസ്റ്റ് നിൽക്കുന്ന ഇങ്ങനെ മേളിലോട്ട് ഇതിന് നടക്കുന്നുണ്ട്. ഇത് നിരന്ന് നിൽക്കുന്നുണ്ടോ, നിറച്ച് നിരന്ന് നിൽക്കുന്നുണ്ട് സാധനം. നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ചെടി തന്നെ എന്നേക്കാളും പൊക്കം നോക്കി. അതിൻ്റെ ഈ എൻ്റെ ഈ ഇലയെന്ന് മറ്റേ ഈ കള്ളിമുൾച്ചെടിയുടെ വിത്തുണ്ടാകുന്ന പോലെയൊക്കെ വിത്തൊക്കെ ഉണ്ടായേക്കുന്നത്. ഇത് ഇനി ഇതേ ഇവിടുന്ന് ഹെയർപിൻ വളവ് തുടങ്ങുക. ഹെയർപിൻ ഇത് വളവ് ഹെയർപിൻ വളവെന്നൊക്കെ ഉള്ളു കേട്ടോ. ഇത് വലിയ ഇതൊന്നുമില്ല, നല്ല സ്ലോപ്പാണ്. പിന്നെ ഇതിൻ്റെ റോഡിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് സൈഡൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈഡൊക്കെ കൊടുക്കാം, അത്യാവശ്യം നല്ല രീതിയിൽ സൈഡ് കൊടുക്കാം. പിന്നെ വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചാൽ മതി. ഇത് നമ്മൾ ആ മേളി താഴെ കണ്ട പാറയും താഴെ കണ്ട കോവിൽക്കടവ് എന്ന് പറഞ്ഞ ഗ്രാമമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ മേളിൽ കയറി ഇതിൻ്റെ എല്ലാ വളവിലും ഏകദേശം അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കാണാൻ. പിന്നെ വണ്ടി നിർത്തുമ്പം മറ്റു വണ്ടിക്ക് അസൗകര്യം ഉണ്ടാകാതെ ഇച്ചിരി വീതിയുള്ള സ്ഥലത്തൊക്കെ നോക്കി നിർത്താവുള്ളൂ കേട്ടോ. കാരണം എല്ലാവരും യാത്ര ചെയ്യുന്നതിന് നമ്മളായിട്ടൊരു ഒരു ഇതുണ്ടാക്കൽ. ഇതാണ് അനക്കോട്ട പാർക്കെന്നാണ് ചെയ്തേക്കുന്നത്. അനക്കോട്ട പാർക്ക്. അതിന് സൈഡിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കാണാനും നിൽപ്പുണ്ട്. ഇവിടെ മുനിയറയാണെന്ന് പറഞ്ഞു. മുനിയറ, ഇതാണ് മുനിയറയുള്ള സ്ഥലം. അതായത് തകരാത്തതും തകർന്നതും ഭൂഗർഭത്തിലും ഒക്കെ ഉള്ളത് നമുക്കൊന്ന് സൈഡ് ഇറക്കി നോക്കാം. ഇവിടെ ഇറക്കി ഒതുക്കാം. അയ്യോ, നായം കുഴിയായിരുന്നു കേട്ടോ. കുഴിയാണോ ദൈവമേ എന്ന് നല്ലതാണ്. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കി. ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന കാലഘട്ടത്തിലാണ് ഇന്നതാണ് സംഭവം എന്നൊക്കെ ഉണ്ട്. പാസ് ഉണ്ട് കേട്ടോ. 20 രൂപയും കണ്ടായിരുന്നു പാസ്. 20 രൂപ. 20 രൂപ പാസ് എടുത്തിട്ട് വേണം നമ്മൾ കയറിപ്പാൻ. ഇതെല്ലാം ഈ പാറപ്പുറത്താണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ തകർന്ന് ഈ കല്ലൊക്കെ താഴെ ഇത് കണ്ട 4 സൈഡിലോട്ടാണ് വെച്ചേക്കണം. ഇതിന് മേളിലിരുന്ന കല്ല് അതിനകത്ത് വീണ് കിടക്കണം. തകരാത്തതുകൊണ്ട് അപ്പുറത്ത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതുണ്ട് ഇവിടെ നിരവധി ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് ഈ പാറയിൽ. ഉണ്ടല്ലോ നല്ല വലിപ്പമുള്ള നല്ല ഇവരെങ്ങനെ ഇത് കീറിയെടുത്തോ കേട്ടോ. ഒരു കല്ലിനൊരു 5 ഇഞ്ച് 6 ഇഞ്ച് 7 ഇഞ്ച് വണ്ണമൊക്കെ ഉണ്ട്. അതേ വണ്ണത്തിലാണ് ഇത് സൈഡൊക്കെ നല്ല ചെത്തി പാകി മിനുക്കി. ഇന്ന് ഇവരുടെ വീടാണോ അതോ മുനിമാർ തപസ് ചെയ്യുന്നതാണോ അതോ ഈ മുനിമാരെ അങ്ങനെയുള്ള ഋഷിവര്യന്മാരെ മുനിമാരെ വല്ല അടക്കിയതാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ഇതിങ്ങനെ മുനിയറയെന്ന് മാത്രമുള്ള ഇതേ ഉള്ളൂ. ആർക്കിയോളജി വകുപ്പുകാരോടൊക്കെ ചോദിച്ചറിയാം. തകർന്നതും തകരാത്തതുമായ നിരവധി സംഭവങ്ങളുണ്ട് അവിടെ. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ പാറയിൽ ഇത് കേട്ടോ. അവിടെ ഒരു ഷെഡാണ്. പക്ഷേ ഷെഡിൻ്റെ പുറകുവശമുണ്ടോ, ഷെഡ് എന്നാന്ന് അറിയത്തില്ല. അങ്ങോട്ട് നമ്മൾ പോയില്ല, ഒത്തിരി ദൂരമുണ്ട്. ആ ഷെഡിൻ്റെ പുറകെ കാണുന്നുണ്ട്, അത് മൊത്തം മുനിയറകളാണ്. അതൊക്കെ കല്ല് അതിൻ്റെ മേളിൽ ഇരിക്കുന്ന കേട്ടോ. നമ്മൾ ഈ കണ്ട 1-2 കല്ലൊക്കെ താഴെ വീണ് പോയതാണ്. ആ പാറ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാണുന്ന കോവിൽക്കടവ് മൊത്തം നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കാണാം. നമുക്ക് കുറച്ചങ്ങോട്ട് പോയി നോക്കാം. അവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ച് പോകണം, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അത്ര പൊക്കമുണ്ട് കേട്ടോ. എൻ്റെ തൂണിൻ്റെ അത്ര പൊക്കമുണ്ട് ഒരു കല്ലിന്. അപ്പോൾ ആ കല്ലിൻ്റെ അടിവശം എന്തോരം മണ്ണിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടാവും എന്ന് അറിയത്തില്ലോ. അല്ലെങ്കിൽ മണ്ണിലോട്ട് നല്ല രീതിയിൽ ഇറക്കി വെച്ചേക്കുന്നുണ്ടായിരിക്കുമല്ലോ, അത് വീഴാത്ത. ശ്രദ്ധിച്ചാൽ മതി, കാലൊക്കെ തട്ടാതെ ശ്രദ്ധിച്ചോണം. അതിൻ്റെ അവിടെ എല്ലാം നിറച്ച് കല്ലാണ്. എല്ലാം നല്ല മൂളി പോലെ ചെത്തി മിനുക്കി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കല്ലുകളാണ്. അതുകൊണ്ട് നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചോണം, ശ്രദ്ധിച്ചാൽ നടക്കാവുള്ളൂ. തട്ടി വീഴൊന്നും ചെയ്യരുത്. പിന്നെ ഇതൊന്നും പറഞ്ഞു തരാനൊന്നും അവിടെ ആരും ഒന്നുമില്ല. നമ്മൾ കണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്ന ബോർഡൊക്കെ കണ്ട് വേണേൽ കുറച്ചൊക്കെ മനസ്സിലായിക്കോണം. ഇതും അത് തന്നെ സാധനം.
അത് പുറകിലെ കളർ കാണുന്ന ഒരു ചെറിയൊരു അമ്പലം കേട്ടോ. അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, അടച്ചിട്ടേക്കുമായിരുന്നു. ഈ മലയുടെ താഴ്വശത്തൊക്കെ ഉണ്ട്. ഇതാ താഴത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഉണ്ട്. ഇതേ പിന്നെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോഴത്തെ മുനിമാർ ഇറങ്ങുന്ന ലക്ഷണവും കാണുന്നുണ്ട്. കാരണം അതിനകത്ത് കൂടും സാധനങ്ങളും ഒക്കെ കിടപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് എങ്ങനെ വൃത്തികേടാക്കാമെന്ന് നമുക്ക് ആരും ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് കിടപ്പുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എവിടെ ചെന്നാലും ഉണ്ടല്ലോ, ഒന്നെങ്കിൽ നമ്മളത് ചുരണ്ടി അവിടെ നമ്മൾ കയ്യിരിക്കുന്ന സാധനം കൊണ്ട് പേരെഴുതി വെക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ എഴുതി വെക്കും. ഇതിനകത്തൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഈ സൈഡിൽ കൂടെ എല്ലാം കൂടൊക്കെല്ലാം കണ്ടു. കൂടെ മുട്ടായിയുടെ കവറ്, പ്ലാസ്റ്റിക് കുപ്പിയും ഒക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ മേളിൽ എന്തോ തെളിയാത്തതുകൊണ്ടായിരിക്കും പേര്. സാറിന് മേളിലൊക്കെ എഴുതി വെക്കണ്ട, നമുക്ക് അങ്ങനത്തെ പോകണ്ട്. ഈ പാറയുടെ താഴെ കണ്ടല്ലോ, നല്ല മനോഹരമായ സ്ഥലമായിട്ടോ, നല്ല അടിപൊളി സ്ഥലം കണ്ടോ. നല്ല നിരന്ന് അപ്പുറത്തൊരു മല, അതിൻ്റെ കീഴിൽ ഒരു നിരന്നൊരു സ്ഥലം. അവിടെ കുറേ കൃഷി സ്ഥലങ്ങൾ, കുറേ കൊച്ചു കൊച്ചു കടകളും സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇതിനകത്ത് നശിക്കാതെ നിലനിൽക്കുന്ന 2 സാധനമുണ്ട്. അത് ഒന്ന് ഭൂമിക്കടിയിലും ഒന്ന് മണ്ണിൻ്റെ പുറത്ത് തന്നെ. പിന്നെ അച്ഛവിടെ താന്ന് അത് കാണാൻ നമ്മൾ കയറി പോകുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് അല്ലറ ചില്ലറ പുഴു പോലത്തെ ചെറിയ ചെറിയ പാമ്പുകൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പിനെ ശ്രദ്ധിച്ചോണം, കമ്പ് മൊത്തം നിരന്ന് നിൽക്കുകയാണ്. നമ്മുടെ കണ്ണിൽ മുഖത്തൊന്നും കൊണ്ടു കയറാൻ ശ്രദ്ധിച്ചോണം. നല്ല തിക്കായിട്ട് നിൽക്കുക കേട്ടോ. നമ്മൾ ഇത് ക്യാമറയാണ് ഇത് ഇത്രയും വെട്ടത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഇതൊരു നല്ല ഇരുട്ട്, അത്യാവശ്യം ഒരു ഇരുട്ട് നിറഞ്ഞ പോലത്തെ പ്രദേശമാണ്. ക്യാമറയിൽ എടുത്തുകൊണ്ട് ഇത് ഇത്രയും ഇത് കാണിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ദൂരം ഇതിനകത്ത് ആൾക്കാർ നടന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതിനകത്തും കൊണ്ട് അതും ഇതും സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വരുന്നവർ കളഞ്ഞിട്ട് പോകുന്നതാണ്. ഇതൊക്കെയാണ് ഈ നമ്മുടെ നാട്ടിൽ ടൂറിസത്തിൻ്റെ ഒരേ പ്രശ്നം. വൃത്തികേടാക്കുക എന്നുള്ളത് മെയിൻ തൊഴിലാണ് നമുക്ക്. അതെ, അതിനകത്ത് മ്ലാവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറേ കാരണം മരത്തിൻ്റെ തൊലിയൊക്കെ കുറേ ഇങ്ങനെ കടിച്ചൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ് അത് നിറച്ച് മ്ലാവുള്ളതാണ്. അതിനകത്ത് ഈ മരത്തിൻ്റെ തൊലിക്ക് വന്ന് ഏതോ 1-2 മരത്തിൻ്റെ തൊലിക്കൊക്കെ മധുരം ഉണ്ടെന്ന് പറഞ്ഞു. മധുരമുള്ള തൊലിയൊക്കെയാണ് അവർ കടിച്ചു പറിച്ചെടുത്തത്. ഇതാണ് ഭൂമിക്കടിയിലെ മുനിയറ ഇവിടെ ഉള്ളത്. ഇതേ നമ്മുടെ ക്യാമറമാൻ അതിനകത്തോട്ട് ഇറങ്ങാൻ പോകട്ടോ. ഇതിനകത്ത് വീതിയും വലിപ്പമൊക്കെ കണ്ടോണം. എന്നാലും നല്ല അതിൻ്റെ അകത്ത് നല്ല വൃത്തിയായിട്ടാണ്, നല്ല എന്ന് വെച്ചാൽ മണ്ണിൻ്റേതായ സ്വാഭാവികമായ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സമചതുരത്തിൽ നല്ല വൃത്തിയായിട്ട് അട്ടിക്ക് പെറുക്കി കല്ല് നല്ല അട്ടിക്ക് നേരെ വെച്ചേക്കുന്ന ഇതുണ്ടാവും. ഉണ്ടാവും. അതിനകത്ത് ഒരു കിടക്കാൻ പറ്റുവാണെങ്കിൽ ഒരു 2-3 പേർക്ക് സുഖമായിട്ട് നീണ്ടു കിടക്കാം. പക്ഷേ നിന്നാൽ തലയൊക്കെ ഇടിക്കും കേട്ടോ. മാതിരി സെറ്റപ്പാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് മൂടിയിരുന്നതാണെന്ന് തോന്നുന്നു. ഇത് പിന്നെങ്ങാണ്ട് തുറന്ന് കണ്ടുപിടിച്ചാന്ന് തോന്നുന്നു. ഇനി നശിക്കാത്ത ഭംഗിയുള്ളൊരു സാധനമുണ്ട്. അതായത് നമ്മളാ കയറി വരുമ്പോഴെല്ലാം ബോർഡിലൊരു സാധനം വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും കാണുമ്പം ആ സാധനമാണല്ലോ നമ്മൾ നോക്കുന്നത്. അത് ഇച്ചിരി ദൂരെ മാറിയാണ്. അതായത് ഇപ്പം കണ്ട ഭൂഗർഭത്തിൻ്റെ മണ്ണിനടിയിലെ സാധനം കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ബോർഡിൽ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന കാലഘട്ടത്തിലെയാണ്, ഇന്നാണ് സംഭവം മുനിയറ, ഇതിൻ്റെ പേര് ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിൽ താരാതെ സൂക്ഷിച്ചേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകതയാണ് കേട്ടല്ലോ. ഇത് മണ്ണിനകത്തോട്ട് ന്യായം, ഇതിൻ്റെ 2 സൈഡ് ന്യായം താഴിറക്കി വെച്ചേക്കും. അതുകൊണ്ടാണ് ഇത് തകരാതിരുന്നത്. പിന്നെ ഇതിൻ്റെ വാതിൽ കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിൽ. പിന്നെ ഇപ്പോഴത്തെ മുനിമാർ പിടിച്ചാന്ന് തോന്നുന്നു. ഇപ്പം നല്ല പോളിഷായിട്ടാണ് ഇരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ കേട്ടോ. ഇതിനകവും നല്ല വലിപ്പമുണ്ട്. ഇതിനകത്ത് ആൾക്കാർ ഒരുപാട് പേര് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല മണ്ണൊക്കെ നല്ല പൊടിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ വരുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിലെ മുനിമാർ ഇറങ്ങിയിരുന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിറങ്ങാൻ തയ്യാറായില്ല. കാരണം വെച്ചാൽ അവരത് നശിപ്പിക്കുമോ അതായിട്ട് ഒന്നും ചെയ്യുമോ, അതിന് മേളിൽ കയറി ഫോട്ടോ എടുക്കുമോ ഒന്നും ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. കണ്ടോ കല്ലിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, അതിൻ്റെ വാതിലൊക്കെ ഉണ്ടോ, എന്ത് ഭംഗിയാണ്. നമ്മുടെ തേനീച്ചക്കൂടിൻ്റെയൊക്കെ അല്ലേ മറ്റേ തൂക്കനാങ്കുരുവിയുടെ കൂടിൻ്റെ വാതിൽ പോലെ നല്ല ഷേപ്പ് വെട്ടി അടുക്കി വെച്ചേക്കാം. ഇപ്പം മുനിയറ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഈ കാണുന്നത് ഈ ഒരു 2 ഉള്ളൂ ഈ നശിക്കാതെ നിൽക്കുന്നത്. ബാക്കി ഇതിൻ്റെ വിവരണങ്ങൾ ഇംഗ്ലീഷും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മുനിയറയോടും ആനക്കോട്ടയോടും വിട പറഞ്ഞ് നമ്മൾ കാന്തല്ലൂർ ലക്ഷ്യമാക്കി നീങ്ങുക കേട്ടോ. അപ്പം നമുക്ക് കാന്തല്ലൂർ കാണാം. ബാ.